ഈ കേരള കഫേയിലെ ക്യാരക്ടർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഈ ഒരു കാലഘട്ടത്തിൽ സുരാജേട്ടൻ്റെ ഒരു മാറ്റമുണ്ട്. സുരാജേട്ടൻ ബ്രേക്ക് ചെയ്ത് തുടങ്ങിയ കാലഘട്ടത്തിൽ നിന്ന് ഇപ്പോൾ പുള്ളി ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഒരു സംഗതിയുണ്ട്, ഒരു സ്റ്റാർഡമുണ്ട്. അതുവരെ എത്തുന്ന പുള്ളിയുടെ ഒരു മാനറിസത്തിൽ തന്നെ ഇല്ല വർത്തമാനത്തിൽ തന്നെ ഒരു മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അജുവിൻ്റെ കാര്യത്തിലും അജുവിൻ്റെ വ്യക്തിപരമായിട്ടുള്ള വർത്തമാനത്തിൽ തന്നെ മാറ്റം വന്നിട്ടുണ്ട്. പണ്ട് അജു കുറച്ചുകൂടെ ഇപ്പോൾ അജു ധ്യാന് അങ്ങനെയൊക്കെ കോംബോ ഇരുന്നിട്ട് വർത്തമാനം പറയുന്ന പൊട്ടിച്ചിരിപ്പിക്കുന്ന ഒരാളിൽ നിന്ന് കുറച്ചുകൂടെ കാര്യഗൗരവത്തിൽ സംസാരിക്കുന്ന ഒരാളിലേക്ക് മാറിയതായിട്ട് അജു തന്നെ സ്വയം പറയാറുണ്ട്. ഇപ്പോൾ ഞാനൊരു ഫേസ്ബുക്ക് വസന്തമാണ് എന്ന് പറയുന്നത് അതൊരു തരം ഒരു പ്രഖ്യാപനമാണ്. കാരണം എന്നെ നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് നിങ്ങൾ കാണേണ്ടത് എന്ന് പറയുന്നതിൽ ഒരു ട്രോളും കൂടെ ഉണ്ട്. ട്രോളിൻ്റെ സ്വഭാവം ഉള്ളപ്പോഴും അതിലൊരു കാര്യഗൗരവമുണ്ട്. എനിക്ക് ചില കാര്യങ്ങൾ ഇങ്ങനെയാണ് പറയാൻ ഇഷ്ടം, ഇപ്പം നിങ്ങളിത് കേൾക്കൂ, ഇത് ഞാനാണ് എന്നൊക്കെ പറയുന്ന ഒരു ഭാഷയുന്നുണ്ട്. ഈ മാറ്റം സിനിമയുടെ എടുക്കുന്ന കാര്യത്തിലും എനിക്ക് തോന്നിയിട്ടുണ്ട്, സിനിമ സെലക്ട് ചെയ്യുന്ന കാര്യത്തിലും കുറച്ചൊക്കെ മാറിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും അജു ന്യൂജനായിട്ട് അവതരിപ്പിച്ചതാണ് ഗഗനചാരിയിലെ വൈബ്. ആ പടം തന്നെ ഒരു പുതിയ ജനറേഷൻ സിനിമയാണ്. എല്ലാ അർത്ഥത്തിലും നമുക്ക് ന്യൂ ജെൻ എന്ന് വിളിക്കാവുന്ന ജനറേഷന്. കാരണം സാങ്കേതികതയെ ഇൻകോപ്പറേറ്റ് ചെയ്യുന്ന കാര്യത്തിലായാലും അതിൻ്റെ മേക്കിങ്ങിൻ്റെ കാര്യത്തിലായാലും അതിൻ്റെ ക്യാരക്ടേഴ്സിനെ ഡിസൈൻ ചെയ്യുന്ന കാര്യത്തിലൊന്നും നമുക്ക് പുതിയ, അതായത് പഴയ വഴികളില്ലാത്ത ഒരു പുതുമ തേടുന്നൊരു സാധനമാണ്. ആ വൈബിനെ അവതരിപ്പിക്കുന്ന സമയത്ത് അജു ചിലപ്പോൾ എഫർട്ട് എടുത്തിട്ടുണ്ടാവില്ല, പക്ഷേ ടോട്ടാലിറ്റിയിൽ നമുക്ക് കിട്ടിയ ഒരു സുഖമുണ്ട്. എല്ലാവരും കൂടെ നിങ്ങളെല്ലാവരും കൂടെ ചേർന്നുണ്ടാക്കിയ കുറേ കോമഡി ഉണ്ട്. അത് അങ്ങനെ തന്നെ വരുമെന്ന് അജുവിന് പ്ലാൻ ചെയ്യുമ്പോൾ അറിയായിരുന്നു. അരുൺ ചന്തു വർഷങ്ങളായിട്ടുള്ള സുഹൃത്താണ്. ഒരു തരത്തിൽ സുഹൃത്തിൽ നിന്നാണെങ്കിലും ഒരുപാട് ലേണിംഗ് എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരാളാണ് കരിയറിൽ. പുള്ളിയുടെ ഒരു എസ്തറ്റിക് സെൻസും പുള്ളിയുടെ ഒരു മ്യൂസിക്കിനെ കുറിച്ചുള്ള ധാരണയും ഒക്കെ നമുക്ക് സംസാരിക്കാൻ ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്. തട്ടത്തിൻ മറയത്തിൻ്റെ പോസ്റ്റർ ചെയ്യുമ്പം എൻ്റെ മുറിയിൽ താമസിച്ചിരുന്നതാണ്. അപ്പം സാജൻ ബേക്കറി ചെയ്തു, സായന വാർത്തകളിനെ അഭിനയിച്ചു, അങ്ങനെ ഗഗനചാരി വരെയാണ്.